ഭയങ്കര വേദന. ഷിഫ്റ്റിംഗ് അല്ലേ അതാ. ഒന്ന് തിരുമിയാ മാറും. ആ എനിക്കറിയാം. എന്തറിയാം? അല്ല തിരുമിയാ മാറുന്നേ. എന്നാ തിരുമ. മാറുന്നുണ്ടോ? ആ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ആഹാ. എന്റെ കെട്ടിയോളെ, എന്റെ അരികിൽ എപ്പോഴും നീ ഉണ്ടായിരിക്കണം. അത് മാത്രം എന്റെ സ്വപ്നം. കല്യാണിയും ആനന്ദ് സാറും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അഖില മാഡത്തിനോട് പറഞ്ഞ ചെറിയൊരു ഭൂകമ്പമൊന്നുമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. മാഡം കല്യാണി എന്താ ചെയ്യുക എന്നത് ചിന്തിക്കാൻ കൂടി വയ്യ. ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് അത് അഖില മാഡത്തിനോട് പറഞ്ഞില്ലെങ്കിൽ ഏറ്റവും വലിയ നന്ദികേടാവും ഞാൻ ചെയ്യുക. എന്താ വേണ്ടത് എന്റെ ഈശ്വര? സുജാതേച്ചി ആലോചിക്കുന്ന എന്താന്ന് എനിക്കറിയാം. വലിയ കുഞ്ഞ് എന്റെ കഴുത്തിൽ താലി കെട്ടിയ വിഷയം തന്നെയാ. ഈശ്വര, സുജാതേച്ചി അഖില മാഡത്തിനോട് അങ്ങനെ ഈ കാര്യം പറഞ്ഞു കൊടുക്കോ? വെളിപ്പെടുത്തമ്മേ, നീ തന്നെ കാക്കണേ. കല്യാണിയെയും വേണം, അഖില മാഡത്തിനെയും വേണം. ഞാൻ എന്താ വേണ്ടത്? സുജാതേച്ചി എന്താ ആലോചിക്കണേ? നന്നായി ആലോചിക്കേണ്ട കാര്യങ്ങളാണല്ലോ ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. കല്യാണി, അഖില മാഡം എന്റെ ജീവിച്ചിരിക്കുന്ന എന്റെ ദൈവമാണ്. കഷ്ടപ്പാടുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നുമൊക്കെ എന്നെ എപ്പോഴും രക്ഷിച്ചിട്ടുള്ളത് അഖില മാഡമാണ്. അഖില മാഡം ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങളൊന്നും എനിക്ക് ഈ ജന്മം മറക്കാൻ പറ്റുന്നതൊന്നും അല്ല. എനിക്ക് അവരോട് നന്ദികേട് കാണിക്കാൻ പറ്റില്ല. ചേച്ചി എന്താ ഈ പറഞ്ഞു വരണേ? ഈ കുടുംബത്തിന്റെ അന്തസ്സ് തകർക്കുന്ന കാര്യങ്ങളാ നീയും ആനന്ദ് സാറും കൂടി ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കത് അഖില മാഡത്തിനോട് മറച്ചു വെക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഉപ്പും ചോറും കഴിച്ചാ ഞാൻ ജീവിക്കുന്നത്. അയ്യോ ചേച്ചി, ചതിക്കല്ലേ. കുറച്ചു നാളെങ്കിലും. ഞാനല്ലല്ലോ ചതിച്ചത്, നീയല്ലേ. എന്റെ മനസ്സ് എന്നെ അതിന് അനുവദിക്കുന്നില്ല കല്യാണി. എനിക്കത് പറഞ്ഞേ പറ്റൂ. ചേച്ചി, എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തുന്നത് വരെ. എന്ത് പരിഹാരം? ചെറിയ കാര്യമല്ലോ ആണോ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്? അവരറിഞ്ഞ എന്താ സംഭവിക്കുക എന്ന് ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷേ എനിക്കിതിവിടെ പറഞ്ഞേ പറ്റൂ. ഒരു നന്ദികെട്ടവളായിട്ട് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. ആനന്ദ് സാറിന് ഇതൊരു കൗതുകമായിരിക്കും. നീ ജീവിതം അറിഞ്ഞ് വളർന്നവളല്ലേ കല്യാണി. നിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവരുതായിരുന്നു. സുജാതേച്ചി, ഞങ്ങളുടെ മുന്നിൽ വേറൊരു വഴി. ഒന്നും പറയണ്ട. നീയും ആലോചിക്കണമായിരുന്നു കല്യാണി. നീയും ആലോചിക്കണമായിരുന്നു. നിന്നെ മോളെ പോലെ കരുതുന്ന അവരോട് നീ ഈ ചതി ചെയ്യരുതായിരുന്നു. നിന്റെയും കൂടി നന്മയ്ക്കാണെന്ന് കരുതിക്കോ. എനിക്കിത് പറഞ്ഞേ പറ്റൂ.
ഇപ്പോ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന അവസരമാണ്. ഇനി മാറ്റി വെക്കുന്നില്ല. എന്താ ഇത്? എന്തോ സംഭവം ഉണ്ടല്ലോ. ഇവരുടെ മട്ടും ഭാവമൊക്കെ കണ്ട കല്യാണിയെ പറ്റി സുജാത അഖിലാന്റിയോട് എന്തോ പറയാൻ പോകുന്ന ലക്ഷണമൊക്കെ ഉണ്ടല്ലോ. ഛേ, ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. എന്താ സുജാത? മാഡം, അത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ സുജാതയ്ക്ക്? ഉണ്ട് മാഡം. എന്താ സുജാത, എന്താ പറയാനുള്ളത്? അത് മാഡം, ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യോ? എന്താണെങ്കിലും എന്നോട് പറയൂ. എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണം? അത് ഞാൻ പറയാൻ പോകുന്ന കാര്യം. അമ്മേ, ഒരു ഇമ്പോർട്ടന്റ് കോളാ കാനഡയിൽ നിന്ന്. അമ്മയോട് സംസാരിക്കണമെന്ന്. തരൂ. ഹലോ, യെസ്, അഖിലാണ്ടേശ്വരി ഹിയർ. ഹലോ 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 ഹലോ, ഹോൾഡ് ഓൺ, സം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഹിയർ. ആ, ഹലോ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പറയൂ. സുജാതെ, എന്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. ശരി സർ. സുജാതെ, ഒന്ന് വേഗം വേണം. ഇതാ വരുന്നു സർ. ഇതിലെന്തോ വലിയ രഹസ്യമുണ്ട്. എല്ലാവരുടെ മുഖം കണ്ടാലും അറിയാം. തൃച്ചംബരത്തൊരു കൊടുങ്കാറ്റടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ കൊടുങ്കാറ്റിന്റെ ഉറവിടം ഞാൻ കണ്ടെത്തിയിരിക്കും.
ആ ആ ആ ആ ഉം, ഉം. സുജാതെ, സർ ക്ലീൻ ചെയ്യാനല്ല ഞാൻ സുജാതെ ഇങ്ങോട്ട് വിളിച്ചത്. സർ അയ്യോ ഇവിടെ അകത്ത് എന്ത് സംസാരിക്കുന്നു എന്ന് ഒളിഞ്ഞെന്ന് കേൾക്കുകയായിരുന്നല്ലേ? അയ്യോ ആനന്ദേട്ടാ, ആനന്ദേട്ട എന്തൊക്കെയായി പറയുന്നേ? ആനന്ദേട്ടന് കോഫി വേണം ചോദിക്കാൻ വന്നല്ലേ? ഓ, കോഫി ചോദിക്കാൻ വന്നാണല്ലേ? ഉം. ശരി, എങ്കിൽ നീ പോയി കോഫി കൊണ്ടുവാ. ആ? ഒന്നല്ല 3, ഇവർക്കും കൂടി. ആ? ഇവർക്ക് ഞാൻ കോഫി എടുക്കാനോ? അതെ, 3 കോഫി വേണം. വേഗം പോയി കൊണ്ടുവാ. ചെല്ല. കോഫി തരാം ഞാൻ. സുജാതെ, ചോദിക്കുന്നതിന് കൃത്യമായ മറുപടി പറയണം. എന്തു പറയാനാ അമ്മയുടെ അടുത്തേക്ക് പോയത്? എന്താ സുജാതയ്ക്കൊന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ലെങ്കിൽ സുജാതയ്ക്ക് പോവാം. സർ, വർഷങ്ങളായി ഞാനിവിടുത്തെ ജോലി ചെയ്യുന്നു. എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുകൾ അഖില മാഡത്തോടുണ്ട്. അപ്പോ കല്യാണിയോട് സുജാതയ്ക്ക് സ്നേഹമില്ലേ? പറയൂ, സ്നേഹമില്ലേ? ഉണ്ട്. എന്നാലും അഖില മാഡത്തിനോട് കല്യാണി ചെയ്തത് വലിയ തെറ്റല്ലേ? സുജാത അറിഞ്ഞത് തെറ്റാണെങ്കിൽ കല്യാണിയല്ല ആ തെറ്റ് ചെയ്തത്, ഞാനാ. കല്യാണിയെ സ്നേഹിച്ചത് ഞാനാ. നിർബന്ധപൂർവം ജീവിതത്തിലേക്ക് കൂട്ടിയതും ഞാൻ തന്നെയാണ്. സുജാതയ്ക്ക് അറിയാമോ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഞാനിപ്പോ സ്വാമിയെ തേടി വന്നതുപോലെ കല്യാണി ഇപ്പോ ഈ നിമിഷം ഇവിടെ എത്തണം. അവളിപ്പോ ഇവിടെ എത്തുകയാണെങ്കിൽ എനിക്ക് കല്യാണിയോടുള്ളത് വെറും സൗഹൃദമല്ല, പ്രണയമാണെന്ന് ഞാൻ സമ്മതിക്കും. വല്യുഞ്ഞേ, ഞാൻ എന്റെ സ്നേഹം അറിയിക്കുമ്പോഴൊക്കെ കല്യാണി ഒഴിഞ്ഞു മാറിയായിരുന്നു. ഇക്കാര്യത്തിൽ 100% കല്യാണി നിരപരാധിയാണ്. ഒടുവിൽ
കല്യാണി ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് കല്യാണി ഇതിന് സമ്മതിച്ചത്. അതുകൊണ്ട് ഇവളെ എങ്ങനെ കുറ്റക്കാരിയാക്കും? ഞാൻ പറയാറില്ലേ, മരണത്തിലേക്കായാലും അതല്ല ജീവിതത്തിലേക്കായാലും നിന്നെ പിന്നാലെ നടത്തിച്ച ഞാൻ പോവുമെന്ന്. നീ ഇല്ലാത്ത ഈ ലോകത്ത് ഞാൻ ഉണ്ടാവില്ല കല്യാണി. ഞാൻ നിന്നെ സ്നേഹിച്ചത് ഒരുമിച്ച് മരിക്കാനല്ല, ഒരുമിച്ച് ജീവിക്കാനാ. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, എനിക്ക് കല്യാണി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കല്യാണി ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് പോലുമില്ല. നമ്മൾ തെളിക്കുന്ന വഴിയിലൂടെ നടക്കാൻ നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല സുജാതെ. ഞാൻ കല്യാണിയെ വിവാഹം കഴിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ ചിലപ്പോൾ പലരും എന്നെ കുറ്റപ്പെടുത്താനേ ശ്രമിക്കും. നമ്മൾ പറയുന്ന സത്യത്തെക്കാളും നമ്മളെക്കുറിച്ച് വേറൊരാൾ പറയുന്ന കള്ളം കേൾക്കാനാണ് പലർക്കും ഇഷ്ടം. കല്യാണി സുജാതയോട് പറഞ്ഞതെല്ലാം സത്യം. കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടിയത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത പുത്രൻ ആനന്ദ് കൃഷ്ണൻ എന്ന ഞാൻ തന്നെയാണ്. അത് വിശ്വസിക്കാൻ ഇനി ഇവിടെയുള്ള ആരും തയ്യാറായില്ലെങ്കിൽ, ഞങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ, അത് അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയും. സർ, എനിക്ക് അഖില മാഡത്തിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് ഈ വിവരം മറച്ചു വെക്കരുതെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ആവാം. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ ചെയ്തത് തെറ്റായിരിക്കാം. പക്ഷേ ആ തെറ്റ് എനിക്ക് വലിയൊരു ശരിയാ. സുജാത ഇതിപ്പോ ചെന്ന് അമ്മയോട് പറഞ്ഞ അത് കല്യാണിയുടെ ജീവന് തന്നെ ആപത്തിലെത്തിക്കും. കല്യാണി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് മാത്രമായിട്ടൊരു ജീവിതമില്ല. ഇനി എന്ത് വേണമെന്ന് സുജാതയ്ക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്തായാലും അച്ഛന്റെ പിറന്നാൾ ദിവസം അച്ഛൻ ഈ വിവരം അമ്മയോട് പറയും. എന്ത് വിവരം? അതുവരെ അമ്മ ഇതറിയാൻ പാടില്ല. എന്താ കാപ്പി? ഇങ്ങനെ ഇതെന്താണെന്നാ പറഞ്ഞത്? ചായ അല്ല, കാപ്പി. ഇതാണോ കാപ്പി? വേണ്ടേ? കൊണ്ടുപോടി. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കുടിച്ചോളാം. അതുവരെ അമ്മ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്താ അമ്മ അറിയാൻ പാടില്ലാത്തത്? കണ്ടുപിടിച്ചോളാം.